ഇത് നാട്ടിലെ പുതിയ ചായക്കട. വെറൈറ്റി കടികളും ചായയും അതുപോലെ മനസ്സ് നിറയുന്ന കാഴ്ചകളും ലഭിക്കുന്ന സ്ഥലം. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് തങ്ങളും ഉസ്താദുമാരും പിന്നെ നാട്ടുകാരും. ഒരുപാട് ആളുകളുണ്ട്. ബാക്കി കാഴ്ചകളിലൂടെ അപ്പൊ എല്ലാരും ഉസ്താദുമാരുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇത് കട നടത്തുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവർ പഠിക്കാൻ പോണ കുട്ടികളാണ് കേട്ടോ ഈ കട നടത്തുന്നത്. ഇവിടെ ഇരിക്കാനും ഇവിടെ ഇരുന്ന് പിന്നെ ചായ കുടിക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഏരിയയിലാണ് കേട്ടോ ഇത് ഈ കട ഇട്ടിട്ടുള്ളത്. ഇവിടെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും വന്ന് ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണെന്ന് ആസ്വദിക്കട്ടോ. കൂടെ നല്ല അടിച്ച് പൊളി ചായയും പലഹാരങ്ങളും സ്നാക്സുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹോമിന്റെ പോലെയാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനേ. അപ്പൊ മോളുണ്ട് കേട്ടോ ഇവിടെ. മോള് മധുര പലഹാരങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. മധുര പലഹാരങ്ങളും ചായയും സ്നാക്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ നല്ല ഉഷാറായിട്ട് ഇക്കിയിട്ടാണ് കേട്ടോ ഇവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. രാത്രി ആയാലും ഇരുന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവര് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ നന്നായിട്ട് കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് നല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പലഹാരങ്ങൾ മേടിക്കാനായിട്ട്. എല്ലാ ഐറ്റംസ് പലഹാരങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആസ്വദിച്ചിരിക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ പോയിട്ട് അത് നമ്മളെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. നമ്മളെ വീട് പണി ആയതുകൊണ്ട് നമ്മളെ വീട് പണി ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റോഡുമെന്ന് അങ്ങനെ ശരിക്കും വീട് കണ്ട് കാണാൻ കഴിയില്ല കേട്ടോ. അപ്പൊ എല്ലാരും ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ടേസ്റ്റ് ഒന്ന് അറിയണ്ടോ നിങ്ങളെ. ഇവിടുത്തെ കടയൊന്ന് കാണണം. ഈ കട ഒന്ന് കണ്ടിരിക്കണം. ഈ സ്ഥലം എങ്ങനെയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നോക്കണ്ടോ. അപ്പൊ ഞാൻ ഉദ്ഘാടനത്തിനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് രാത്രി ആയപ്പോ ഞാനൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. ഇവിടെ രാത്രിയിൽ എങ്ങനെയുണ്ട്. അപ്പൊ നല്ല രസമാണ് കേട്ടോ. രാത്രി ആയാലും നല്ല ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളും കുട്ടികളും ഫാമിലിയും ഒക്കെ വന്ന് ആസ്വദിച്ച് നല്ല ടേസ്റ്റി ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പൊ ഞാനിതാ പോലെ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. പോലെ ഫുഡൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പൊ പോലും ഇവിടെ കട്ട്ലേറ്റിന് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസ ഒക്കെ ചെറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പരിപ്പ് വടക്കുള്ള സാധനമാണ് കേട്ടോ. അതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ പഴംപൊരിയും ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവര്. അപ്പൊ അവര് പഴംപൊരി ചുട്ടുകൊണ്ടിരിക്കണ്ടോ. ഇത് പഴംപൊരിയും ബീഫ് കഴിക്കാനും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ അങ്ങനെ ഞാനും മോളും ഇവിടുന്ന് ചായയൊക്കെ കുടിക്കാം. ഇപ്പൊ രാത്രി 10 മണിയായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ഉദ്ഘാടനത്തിന്റെ അന്നത്തെ വീഡിയോ അല്ല കേട്ടോ ഞങ്ങൾ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉണ്ടോ പണി. എപ്പോഴും ചൂടില് ചായ കുടിക്കാണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടോ. അപ്പൊ ആ വീഡിയോസ് ഇതിന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രിക്കത്തെ വീഡിയോസ്. ഇവലെ പലഹാരം കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ചായ അപാര രുചിയിലെ ടേസ്റ്റിലാണ് കേട്ടോ കൊടുക്കണത്. ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കി. രാത്രിക്കത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കിങ്ങിണിപ്പൂച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് നമ്മളെ കൊൽക്കത്ത ബായി. വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ അവരുടെ കൂടെ തന്നെ. അപ്പൊ ഇവര് ചായക്ക് ഉണ്ടാക്കി. ഇവര് ചായക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ.
അപ്പൊ ഞാനും മോളെ ഉപ്പി കൂടി ചായ കുടിക്കാൻ വേണ്ടി വന്നതുണ്ട്. ഒരു രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആളുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു 12 മണി വരെ ആളുകളും കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്നാക്സ് കഴിക്കാനായിട്ട് രാത്രി വരുന്ന കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഉറങ്ങാതെ ഒരു സ്നാക്സും കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കട നമ്മുടെ മുന്നിൽ വന്നപ്പോ എല്ലാരും നന്നായിട്ട് ആഘോഷിച്ചിട്ടാണ്ടോ ഈ സ്നാക്സുകളൊക്കെ കഴിക്കണത്. അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ സ്നാക്സും ഈ ചായയൊക്കെ ഒന്ന് കഴിച്ചു നോക്കണ്ടോ. അതിലേറെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റട്ടോ. ഈ വ്യൂ പോയിന്റ് പ്രകൃതി ആസ്വദിക്കാൻ കഴിയണവർക്ക് നല്ല അടിപൊളി ചായയും കുടിച്ച് പോവട്ടോ. ഇത് നമ്മൾ പിന്നെ അടുത്തൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ ഞങ്ങള് ബീഫും പഴംപൊരി കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പൊ ഈ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിൽ മസാല എന്താണ് ഒരു കൂട്ടണെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടോ. നല്ല ചൂടുള്ള പഴംപൊരിയും നല്ല അപാര രുചിയുള്ള ബീഫ് വരട്ടിയതുമാണ് കേട്ടോ. ഇതിൽ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ. എന്താണ് ടേസ്റ്റ് എന്ന് അറിയണല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ കഴിക്കാന്. ഇതൊരു ടൂറിസ്റ്റ് ഹോമിന്റെ പോലെ ആയിട്ടോ അപ്പൊ ഞങ്ങളിത് കാണുന്നത്. എന്ത് ഭംഗി അറിയോ ഇവിടെ കാണാന്. അപ്പൊ നമ്മൾ ഇരുന്ന് കാണുമ്പോ ഒന്നും ഞങ്ങക്ക് ഇതിന്റെ ഭംഗി അറിയില്ലായിരുന്നു കേട്ടോ. നമ്മളെ വീടിന്റെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ കടയൊക്കെ വന്ന് ആളുകളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളും ഇത് കൂടുതലായിട്ട് ആസ്വദിക്കാൻ തുടങ്ങിയത്. അപ്പൊ എല്ലാരും ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കണ്ടോ നിങ്ങള്. ഇവിടെ രാത്രിയിലെ ഭംഗി പകലും ഭംഗി ഒക്കെ ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചട്ടിയിലാട്ടോ ഒരു ഈ ഫുഡൊക്കെ കൊടുക്കണത്, ബീഫും പഴംപൊരിയൊക്കെ. അപ്പൊ ഞാൻ അവർക്ക് ചട്ടി കൊണ്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉണ്ട് നമ്മുടെ വിശേഷങ്ങള്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഞങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങള് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, അസ്സലാമലൈക്കും.